ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ചെൽസി അവരുടെ പരിശീലകനായ എൻസോ മരസ്കയെ പുറത്താക്കിയിരുന്നു. പുതിയ ഒരു പരിശീലകനെ ചെൽസിക്ക് ഇപ്പോൾ ആവശ്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റൂമർ ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമമായ UOL പങ്കുവച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ബ്രസീലിയൻ പരിശീലകനായ ഫിലിപ്പെ ലൂയിസിനെ ചെൽസി പരിഗണിച്ചിരുന്നു എന്ന ഒരു കാര്യമാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പ്രാരംഭഘട്ടത്തിൽ ഫിലിപ്പെ ലൂയിസിനെ ചെൽസി പരിഗണിച്ചിരുന്നു എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ പിന്നീട് അത് നടക്കാതെ പോയി. ഇപ്പോൾ ചെൽസി അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുന്നില്ല. സ്ട്രാസ്ബർഗിന്റെ പരിശീലകനായ ലിയാം റൊസേനിയർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അധികം വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ആദ്യം ചർച്ച ചെയ്യപ്പെട്ട പേരുകളിൽ ഒന്ന് അത് ഫിലിപ്പെ ലൂയിസിന്റെ പേരായിരുന്നു എന്നാണ് ഈ ബ്രസീലിയൻ മാധ്യമം കണ്ടെത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഫിലിപ്പെ ലൂയിസ് ഫ്ലമംഗോയുമായി കരാർ പുതുക്കിയിട്ടുണ്ട്. കരാർ പുതുക്കിയേക്കില്ല എന്ന റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷെ പിന്നീട് എല്ലാം പരിഹരിക്കപ്പെട്ടുകൊണ്ട് ഫിലിപ്പെ ലൂയിസ് ഫ്ലമംഗോയിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. ഫ്ലമംഗോക്ക് വേണ്ടി ഒരുപാട് കിരീടങ്ങൾ നേടിയിട്ടുള്ള ഒരു പരിശീലകനാണ് ഫിലിപ്പെ ലൂയിസ്. പരിശീലകൻ എന്ന നിലയിൽ കോപ്പ ലിബർട്ടഡോറസും ബ്രസീലിയൻ ലീഗ് കിരീടവും ഒക്കെ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഫ്ലമംഗോ അദ്ദേഹത്തിന് കീഴിൽ 93 മത്സരങ്ങൾ കളിച്ചു. അതിൽ 58 മത്സരങ്ങളിൽ വിജയിച്ചു, 23 സമനിലകൾ, 12 തോൽവികൾ എന്നിങ്ങനെയാണ് ഇപ്പോൾ കണക്കുകൾ വരുന്നത്. ഏതായാലും അധികം വൈകാതെ തന്നെ ഫിലിപ്പെ ലൂയിസ് യൂറോപ്പിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡ് വലിയ രൂപത്തിൽ പരിഗണിക്കുന്ന ഒരു പരിശീലകൻ കൂടിയാണ് ഫിലിപ്പെ ലൂയിസ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.